നമസ്കാരം കുട്ടികളെ, ജീവശാസ്ത്രത്തിലെ 1-ാം അധ്യായത്തിലെ 4-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നോട്ട്ബുക്കും പേനും ഒക്കെ ആയിട്ട് തയ്യാറായോ? ഇപ്പോൾ ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, പ്രകാശഘട്ടം നടക്കുന്ന സ്ഥാനം ഏതാണ്? ക്ലോറോപ്ലാസ്റ്റിൽ എവിടെയാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? വേർ ഈസ് ഗ്ലൂക്കോസ് സിന്തസൈസ്ഡ്? പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റി എന്തിലാണ് സംഭരിക്കുന്നത്? അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ്? വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഓക്സിജൻ ലിബറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്? എന്തൊക്കെ കൂട്ടിച്ചേർത്താണ് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത്? വാട്ട് ആർ ദ കോമ്പണൻറ്റ്സ് കമ്പൈൻഡ് ടുഗെദർ ടു ഫോം ഗ്ലൂക്കോസ്? ഇരുണ്ട ഘട്ടം എവിടെ നടക്കുന്നു? വിച്ച് ഈസ് ദ സൈറ്റ് ഓഫ് ഡാർക്ക് ഫേസ്? എഴുതിയോ എല്ലാവരും? ഉത്തരം സ്ക്രീനിലുണ്ട്. നിങ്ങളുടെ ഉത്തരവുമായി ഒത്തുനോക്കുക. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ? അങ്ങനെ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിന് എന്താണ് സംഭവിക്കുന്നത്? ആ ഗ്ലൂക്കോസാണോ സസ്യഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്? നിങ്ങൾക്കറിയാം, സസ്യഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അന്നജവും സ്റ്റാർച്ചും മാംസ്യവും പ്രോട്ടീനും ഫാറ്റും കൊഴുപ്പും എല്ലാം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ സസ്യങ്ങൾ ഉണ്ടാക്കിയ ഈ ഗ്ലൂക്കോസ് നമുക്ക് കിട്ടുന്നില്ലേ? അതെന്താ അങ്ങനെ? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിത്രം ശ്രദ്ധിക്കുക. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവിധ വസ്തുക്കളുടെ ചിത്രമാണ് കാണുന്നത്. ഈ വസ്തുക്കളിൽ നിന്നെല്ലാം നമുക്ക് ഗ്ലൂക്കോസ് ആണോ കിട്ടുന്നത്? നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് വെച്ച് ഇതിൽ ഓരോന്നിൽ നിന്നും ഏതൊക്കെ പോഷകങ്ങളാണ് കിട്ടുന്നത് എന്ന് ഒന്ന് എഴുതി നോക്കൂ. എഴുതിയോ? ഇനി ഉത്തരചിത്രമുണ്ട്. ഉത്തരചിത്രം ഒന്ന് കാണാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. കുറേ പേർക്ക് ശരിയായി കാണും, കുറച്ച് പേർക്ക് തെറ്റിക്കാണും അല്ലേ? അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഗ്ലൂക്കോസിന് എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ഇലകളിലാണല്ലോ ഉണ്ടാകുന്നത് പ്രധാനമായും. ഇലകളിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ സംഭരിക്കും. പക്ഷേ ഗ്ലൂക്കോസായിട്ട് സംഭരിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്കറിയാം. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗ്ലൂക്കോസ്? കഴിഞ്ഞ വർഷത്തെ സ്കൂളിലെ സ്പോർട്സിന് ഓടി തളർന്നു വന്നപ്പോൾ സാറ് കയ്യിൽ കുറച്ച് ഗ്ലൂക്കോസ് തട്ടിത്തന്നത് നക്കി നോക്കിയപ്പോൾ അതെങ്ങനെയായിരുന്നു? പെട്ടെന്ന് അലിഞ്ഞു പോയി അല്ലേ? ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ടാലും വേഗത്തിൽ അലിയും. അപ്പോൾ സസ്യങ്ങളിലെല്ലാം
ജലമല്ലേ കൂടുതലായും കാണുന്നത്. സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതും ജലമാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം എല്ലാ പദാർത്ഥങ്ങളെയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പോലെ സസ്യങ്ങളിൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് വാട്ടറാണ്, വെള്ളമാണ്. അങ്ങനെ ജലം ധാരാളമുള്ള സസ്യത്തിൽ നമുക്ക് ഗ്ലൂക്കോസിനെ സംഭരിച്ചു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിനെ അന്നജമാക്കി മാറ്റുന്നു. അനേകം ഗ്ലൂക്കോസ് തന്മാത്രകൾ മാലയിൽ മുത്തു കോർക്കുന്നത് പോലെ കോർത്തുണ്ടാക്കിയ ഒരു വലിയ തന്മാത്രയാണ് അന്നജം. അതുപോലെ ഒറ്റച്ചങ്ങലയല്ല, അതിന് ശാഖകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വലിയ തന്മാത്രയായ അന്നജത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വേഗം ജലത്തിൽ അലിയില്ല. അന്നജമാക്കി സംഭരിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ അത് വിഘടിച്ച് വീണ്ടും ഗ്ലൂക്കോസാക്കി മാറ്റി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഗ്ലൂക്കോസ് ഇലയിൽ മാത്രം ഇരുന്നാൽ മതിയോ? ഇലകളിൽ മാത്രമല്ല, പ്രകാശ സംശ്ലേഷണം നടക്കാത്ത മറ്റു ഭാഗങ്ങളിലുമെല്ലാം ഊർജം ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഗ്ലൂക്കോസ് വേണ്ടേ? അപ്പോൾ ഇലകൾ സംഭരിച്ചിരിക്കുന്ന അന്നജം മറ്റു ഭാഗങ്ങളിൽ എത്തേണ്ടതുണ്ട്. പക്ഷേ ജലത്തിൽ അലിയാത്ത വസ്തുവാണ് അന്നജം. അപ്പോൾ എങ്ങനെ അന്നജത്തിനെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകും? ജലത്തിൽ അലിയുന്ന ഒരു വസ്തുവാക്കി അന്നജത്തെ മാറ്റിയാൽ മാത്രമേ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്കറിയാം, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആഹാരത്തിൻ്റെ സംവഹനത്തിന് സഹായിക്കുന്ന കലയാണ് ഫ്ലോയം. ഫ്ലോയം ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. അപ്പോൾ ഫ്ലോയത്തിലൂടെയാണ് സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം അന്നജം എത്തേണ്ടത്. പക്ഷേ അന്നജമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സസ്യങ്ങൾ അത് ജലത്തിൽ അലിയുന്ന സൂക്രോസാക്കി മാറ്റിയിട്ടാണ് ഫ്ലോയത്തിലൂടെ ആവശ്യമുള്ള ഭാഗങ്ങളിലെല്ലാം എത്തിക്കുന്നത്. അങ്ങനെ ഇലകളിൽ വെച്ച അന്നജത്തെ സൂക്രോസായി മാറ്റുകയും ഫ്ലോയം കുഴലുകളിലൂടെ സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. Starch is insoluble in water, so it cannot be transported through phloem. Starch in the leaves is converted to sucrose and is transported through phloem to different parts of the plant. ഇനി അത് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നോക്കിയാൽ, സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഊർജം ആവശ്യമുള്ളതുകൊണ്ട് എവിടെയൊക്കെയാണോ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് ആ ഭാഗങ്ങളിലെല്ലാം ഇത് എത്തപ്പെടേണ്ടതുണ്ട്. അവിടെയൊക്കെ എത്തുന്ന സൂക്രോസ് വിഘടിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റി അവിടെയും ഊർജത്തിനായി ഉപയോഗിക്കുന്നു. ഈ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള ഗ്ലൂക്കോസ് സംഭരിക്കപ്പെടും. അങ്ങനെയല്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പോലെ സസ്യങ്ങൾ അതിനാവശ്യമുള്ള ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം സംഭരിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും ഗ്ലൂക്കോസ് ഓരോ രൂപത്തിലാണ് സംഭരിക്കുന്നത്. ഉദാഹരണമായിട്ട് മരച്ചീനി വേരിലാണല്ലോ ആഹാരം സംഭരിക്കുന്നത്, അവിടെ ഗ്ലൂക്കോസ് അന്നജമായി മാറുന്നു. ഇനി തേങ്ങയിലും സൂര്യകാന്തിയുടെ വിത്തിലുമൊക്കെ അത് പ്രധാനമായും സംഭരിക്കുന്നത് കൊഴുപ്പായിട്ടാണ്, ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ പയറുവർഗ്ഗങ്ങളിലാകട്ടെ ഗ്ലൂക്കോസിനെ പ്രധാനമായും മാംസ്യമാക്കി മാറ്റിയിട്ടാണ് സംഭരിക്കുന്നത്. ഇനി കരിമ്പിൽ എങ്ങനെയായിരിക്കും? കരിമ്പിൻ്റെ തണ്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ സൂക്രോസിനെ സൂക്രോസായിട്ട് തന്നെയാണ് സംഭരിക്കുന്നത്. ഷുഗർ കെയിൻ എന്നല്ലേ പറയുന്നത് കരിമ്പിന്, അതിൽ നിന്ന് ഷുഗർ, സൂക്രോസ്. സൂക്രോസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പഞ്ചസാരയാണ്. അപ്പോൾ ആ പഞ്ചസാര തന്നെയാണ് നമുക്ക് കരിമ്പിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ സൂക്രോസായിട്ട് തന്നെയാണ് കരിമ്പിൻ്റെ തണ്ടിൽ സംഭരിക്കുന്നത്. എന്നാൽ പഴങ്ങളിലോ, മുന്തിരിങ്ങ അതുപോലെയുള്ള വിവിധ തരം പഴങ്ങളിൽ സൂക്രോസ് ഫ്രക്ടോസായിട്ടാണ് സംഭരിക്കുന്നത്. ഫ്രൂട്ട് ഷുഗർ എന്നാണ് ഫ്രക്ടോസിനെ വിളിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എപ്രകാരമാണ് സംഭരിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ലേ? ഇനി നിങ്ങൾ ആദ്യം കണ്ട ചിത്രം സ്ക്രീനിൽ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഒരിക്കൽ കൂടെ നോക്കുക, എഴുതിയത് ശരിയാണോ എന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം.
തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് തിരുത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വന്ന ഒരു സംശയം ഞാൻ തന്നെ അങ്ങോട്ട് പറയട്ടെ. നമുക്ക് ഗ്ലൂക്കോസ് സസ്യങ്ങളിൽ നിന്നൊന്നും നേരിട്ട് കിട്ടൂല എന്നാണോ? കിട്ടും. പഴവർഗ്ഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചക്കപ്പഴം, മാങ്ങ തുടങ്ങിയവയിലെല്ലാം അന്നജമായിട്ടാണ് ആഹാരം സംഭരിക്കുന്നത്. അത് പച്ചയായിരിക്കുമ്പോൾ. എന്നാൽ അത് പഴുക്കുമ്പോൾ അന്നജം വിഘടിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ടൊക്കെ മാറുന്നു. ഗ്ലൂക്കോസും ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഗ്ലൂക്കോസും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രധാനമായും കാണുന്നത് ഫ്രക്ടോസ് ആയതുകൊണ്ടാണ് പഴങ്ങളിൽ നിന്ന് നമുക്ക് ഫ്രക്ടോസാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞത്. ഇനി ഏതൊക്കെ രീതിയിലാണ് സസ്യങ്ങൾ അന്നജത്തെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിക്കണം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഊർജ്ജ സ്രോതസ്സായി സസ്യങ്ങൾ അന്നജത്തെ പ്രയോജനപ്പെടുത്തുന്നു. വളർച്ചയ്ക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം ഉപയോഗപ്പെടുത്തുന്നു. Plants use starch as a source of energy for various life processes. Plants use starch for preparing factors required for growth. അപ്പോൾ ഗ്ലൂക്കോസിനെ വിവിധ പദാർത്ഥങ്ങളാക്കി മാറ്റി സംഭരിക്കുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗങ്ങളിലും അന്നജം ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ? പ്രധാന സംഭരണ വസ്തു എന്ത് എന്നുള്ളതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഓരോന്നിലും മാംസ്യമാണോ, കൊഴുപ്പാണോ, അന്നജമാണോ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്ന ജീവികളെ ഒരു പേര് പറഞ്ഞു വിളിക്കും. എന്താ അത്? സ്വപോഷികൾ. എല്ലാ സ്വപോഷികളും പ്രകാശ സംശ്ലേഷണം വഴിയല്ല ആഹാരം ഉണ്ടാക്കുന്നത്. എല്ലാ ഓട്ടോട്രോഫ്സും ആഹാരം നിർമ്മിക്കുന്നതിനായി പ്രകാശത്തെ അല്ല ആശ്രയിക്കുന്നത്. അത്തരം ചില ഓട്ടോട്രോഫ്സിനെ, സ്വപോഷികളെ നമുക്ക് പരിചയപ്പെടാം. കരയിലും കടലിലുമൊക്കെ കാണുന്ന സൾഫർ ബാക്ടീരിയയാണ് ഒരു പ്രത്യേക രീതിയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അവ പ്രകാശോർജത്തെ അല്ല ആശ്രയിക്കുന്നത്, രാസോർജത്തെയാണ്. രാസവസ്തുക്കളെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗപ്പെടുത്തിയാണ് അവ ആഹാരം നിർമ്മിക്കുന്നത്. ഇത്തരം ജീവികൾ കൂടുതലായും കാണുന്നത് അധികം പ്രകാശം ലഭിക്കാത്ത സ്ഥലങ്ങളിലാണ്. കടലിൻ്റെ ആഴത്തട്ടിലൊക്കെ ഇത്തരം ജീവികൾ കാണപ്പെടാറുണ്ട്. സൾഫർ ബാക്ടീരിയ ഇതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ രാസവസ്തുക്കളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് രാസസംശ്ലേഷണം അഥവാ കീമോസിന്തസിസ്. Chemosynthesis. All autotrophs living on Earth do not depend on sunlight. The sulfur bacteria seen on land and water are examples of this. They produce energy by breaking down chemical compounds. This process is called chemosynthesis. സസ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്, ഓക്സിജനും ആഹാരവും. എന്നാൽ ഇവ രണ്ടും മാത്രമാണ് നമുക്ക് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ കാണുന്നത് കാപ്പി, കുരുമുളക്, റബ്ബർ, കൊക്കോ തുടങ്ങിയ വൃക്ഷങ്ങളാണ്. ഇവയെല്ലാം നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ആശ്രയമല്ല അത്. കാപ്പിയിൽ നിന്ന് നമുക്ക് എന്താ ലഭിക്കുന്നത്? കാപ്പി, തേയില തുടങ്ങിയവ നമ്മൾ ഒരു പാനീയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. റബ്ബറിൽ നിന്ന് ലാറ്റക്സ് ലഭിക്കുന്നു. കുരുമുളകാകട്ടെ ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. കൊക്കോയിൽ നിന്ന് ചോക്ലേറ്റ് നിർമ്മിക്കാം. അപ്പോൾ ഈ സസ്യങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങളെന്നാണ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ്. കാരണം ഇത്തരം വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് മികച്ച വരുമാനം കണ്ടെത്താൻ സാധിക്കും. റബ്ബർ സർവ്വസാധാരണമാണെങ്കിലും കാപ്പി, കുരുമുളക് തുടങ്ങിയവ ശാസ്ത്രീയമായി ഇനിയും കൃഷി ചെയ്യപ്പെടേണ്ടതുണ്ട്. കൃഷി ചെയ്താൽ മാത്രം പോരാ, അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല രീതിയിൽ വിപണി കണ്ടെത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണമായിട്ട് കൊക്കോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരുപാട് കൃഷി ചെയ്തിരുന്ന ഒരു സസ്യമാണ്. എന്നാൽ മാർക്കറ്റിൽ അതിന് വലിയ വിലയൊന്നും ലഭിക്കാത്തത് കൊണ്ട് കർഷകർ ആ കൃഷി മിക്കവാറും ഒക്കെ ഉപേക്ഷിച്ചു.
പക്ഷെ അത് കൊക്കോയായിട്ട് തന്നെ വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ ലാഭകരമായിരിക്കും. ഉദാഹരണം, കൊക്കോ പ്രോസസ്സ് ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ലഭ്യമാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത്തരം സംസ്കരണ രീതികൾ കൂടി വശമാക്കി ഇത്തരം വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് വിപണി കണ്ടെത്തുകയാണെങ്കിൽ ധാരാളം വരുമാനം കിട്ടും. അത് കൃഷിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാനും സഹായകമാകും. യാത്രയൊക്കെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സ്വന്തമായി സ്ഥലമുള്ള ആളുകൾ ഇത്തരം കൃഷിരീതിയിലേക്ക് തിരിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സാമ്പത്തിക പ്രാധാന്യമുള്ള കൂടുതൽ സസ്യങ്ങളുടെ പേരും അവയുടെ ഉപയോഗവും കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഇനി കൂട്ടുകാരോടൊരു ചോദ്യം ചോദിക്കട്ടെ. കരയിൽ മാത്രമാണോ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? കടലിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ഓഷ്യൻ ഓൾസോ. അപ്പോൾ കടലിൽ ഇതുപോലെ സ്വപോഷികളായ ജീവികൾ ആവശ്യമാണല്ലോ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ. അപ്പോൾ പ്രധാനമായും കടലിലെ പ്രൊഡ്യൂസേഴ്സ്, ഉൽപ്പാദകർ എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് സസ്യപ്ലവകങ്ങൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസും ആൽഗകളും. അപ്പോൾ ഏതൊക്കെയാണ് കടലിലെ ഉൽപ്പാദകർ എന്ന് പറയുന്നത്? ഫൈറ്റോ പ്ലാങ്ക്ടൺസും ആൽഗകളും. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ സസ്യപ്ലവകങ്ങൾ സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൂക്ഷ്മജീവികളാണ്. സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന സൂക്ഷ്മജീവികൾ. ഫ്രീ ഫ്ലോട്ടിംഗ് മൈക്രോബ്സ് എന്നാണ് നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ പറയുന്നത്. അവയ്ക്ക് പ്രകാശോർജ്ജം ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഏർപ്പെടാൻ കഴിയും. ദേ പെർഫോം ഫോട്ടോസിന്തസിസ് ബൈ അബ്സോർബിംഗ് ലൈറ്റ് എനർജി. സ്വതന്ത്രമായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ വിടാനും ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ ജലത്തിലും ഒരേ സമയം ജലത്തിലും അന്തരീക്ഷത്തിലുമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂക്ഷ്മജീവികൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. ആൽഗകൾ വൈവിധ്യമാർന്ന ശരീരഘടന ഉള്ളവയാണ്. സൂക്ഷ്മമായവ മുതൽ അനേക മീറ്റർ നീളമുള്ളവ വരെ അവയ്ക്കിടയിലുണ്ട്. അതായത് മൈക്രോസ്കോപ്പിക് മുതൽ ഒരുപാട് മീറ്റേഴ്സ് നീളമുള്ള വലിപ്പമുള്ള ആൽഗകൾ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൽഗകളുടെ പ്രത്യേകത അത് ജലത്തിലെ പല ആഴങ്ങളിൽ കാണും. ഡിഫറെൻറ്റ് ഡെപ്സിലാണ് കാണുന്നത്. അപ്പോൾ പ്രകാശം എത്രത്തോളം എത്തുന്നോ അത്രയും ആഴത്തിൽ വരെ ആൽഗകളെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഇഷ്ടം പോലെ വിവിധ തരം ആൽഗകളുണ്ട്. അവയിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റ്സ് വർണ്ണകത്തിനെ അടിസ്ഥാനമാക്കിയാണ് അവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. പച്ച നിറമുള്ളവ ഗ്രീൻ ആൽഗ, പച്ച ആൽഗ. ചുവന്ന നിറമുള്ളവ റെഡ് ആൽഗ. ബ്രൗൺ നിറമുള്ളവ, തവിട്ട് നിറമുള്ളവ ബ്രൗൺ ആൽഗ. ഇങ്ങനെ വിവിധ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത്. ഇവയ്ക്കെല്ലാം തന്നെ പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അതിലൂടെ ജലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അവ പ്രയോജനപ്പെടുത്തുകയും ജലത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭൂമിയിലെ ഓക്സിജൻ്റെ 70 മുതൽ 80% വരെ ആൽഗകളും സസ്യപ്ലവകങ്ങളും ചേർന്നാണ് പുറന്തള്ളപ്പെടുന്നത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ആൽഗകളെക്കുറിച്ച് ഒരു രസകരമായ കാര്യവും കൂടെ പറയാം. രസകരമെന്നല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർഗാസോ കടൽ. സർഗാസം എന്ന ഒരു നീളം കൂടിയ ആൽഗ ധാരാളമുള്ള കടലാണ് സർഗാസോ കടൽ. ഈ കടലിൻ്റെ പ്രത്യേകത ഇതിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമല്ല. കാരണം ഇത്രയും വള്ളിച്ചെടി പോലെയുള്ള ആൽഗകൾ ധാരാളമുള്ളതുകൊണ്ട് അതിലൂടെ കപ്പലിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സമുദ്രത്തിലെ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഈ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് സമുദ്ര മലിനീകരണം. ചിത്രം ശ്രദ്ധിക്കൂ. എന്തെല്ലാം വസ്തുക്കളാണല്ലേ കടലിൻ്റെ ആഴത്തട്ടിൽ വരെ കാണുന്നത്. ഇത്
സസ്യങ്ങളെയും ജന്തുക്കളെയും ദോഷകരമായി ബാധിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സമുദ്ര മലിനീകരണത്തിന് കാരണമാകുന്നത്? ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ? നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ്. നമുക്ക് തീരപ്രദേശത്ത് താമസിക്കുന്നവരെ മാത്രം പറയാൻ പറ്റുമോ? അവരാണോ ഈ മാലിന്യങ്ങളെല്ലാം കടലിൽ നിക്ഷേപിക്കുന്നത്? അല്ല. കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴവെള്ളത്തിലൂടെയും പുഴകളിലൂടെയും ഒക്കെ എല്ലാ ജലവും എത്തിച്ചേരുന്നത് കടലിലാണ്. അതിൻ്റെ ഒപ്പം മാലിന്യങ്ങളും. അങ്ങനെ കടലിൽ എത്തിച്ചേരുന്ന രാസമാലിന്യങ്ങൾ, ആണവ റിയാക്ടറുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഇലക്ട്രോണിക് വേസ്റ്റ്, ഇതെല്ലാം കടലിനെ ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓയിൽ സ്പില്ലാണ്. അതായത് എണ്ണ ഒഴുകിപ്പരക്കുന്ന അവസ്ഥ. കപ്പലുകളിൽ നിന്നൊക്കെ എണ്ണ ചോർച്ചയുണ്ടായി അത് ഒഴുകിപ്പരക്കുന്ന അവസ്ഥ. അപ്പോൾ എണ്ണ എവിടെയാണ് സാധാരണ കാണുന്നത്? ഒഴുകിയാൽ തന്നെ അത് ജലത്തിൻ്റെ ഉപരിതലത്തിലായിരിക്കും. ഇത് പ്ലാങ്ക്ടണുകളെ ദോഷകരമായി ബാധിക്കുകയും കടലിലെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തകരാറിലാവുകയും ചെയ്യുന്നു. ഇത്തരം മലിനീകരണത്തിൽ നിന്ന് കടലിനെ മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാം എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. മാസ്ക് അനിവാര്യമാണ് താനും, പക്ഷെ അതൊരിക്കലും വലിച്ചെറിയരുത്. ഇതെല്ലാം അവസാനം എത്തപ്പെടുന്നത് കടലിലാണ്. അങ്ങനെ കടൽ സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ ലോക സമുദ്ര ദിനമായി ജൂൺ 8 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ദിനാചരണങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങിയാൽ പോരാ, പ്രവൃത്തിയിലൂടെ നമ്മളത് സാധ്യമാക്കുകയും വേണം. അപ്പോൾ പുഴകൾ മലിനമാകാതിരിക്കുക എന്നുള്ളതാണ് കടൽ മലിനമാകാതിരിക്കാനുള്ള ആദ്യത്തെ പടി. അപ്പോൾ കുട്ടികളെല്ലാവരും അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ചെറിയ ആക്ടിവിറ്റിയാണ്, അതൊന്ന് നോട്ട്ബുക്കിൽ കുറിക്കണം. സമുദ്ര മലിനീകരണത്തിനുള്ള ചില കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇവിടെ വിശദമാക്കിയത്. ഇതിൻ്റെ മറ്റ് കാരണങ്ങളും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കണം. ഈ കുറിപ്പ് തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ, നമ്മളൊരു പതിപ്പുണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ പതിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ശാസ്ത്രലേഖനവും കൂടെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് എഴുതാനായിട്ട് നോക്കണം. കരമലിനീകരണം പോലെ തന്നെ സമുദ്ര മലിനീകരണം ഏതെല്ലാം രീതിയിലാണ് ജീവജാലങ്ങളെ ബാധിക്കുന്നത് എന്നും കണ്ടെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കൂ. സ്കൂൾ തുറന്ന് ഇത്തരം പ്രശ്നങ്ങൾ കൂട്ടുകാർ ചർച്ച ചെയ്യുകയും വേണം. കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അടുത്തടുത്തുണ്ടായ 2 പ്രളയവും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ സുനാമിയുമെല്ലാം നിങ്ങൾക്കറിയാം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ സസ്യങ്ങൾക്ക് കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധി വരെ തടയുന്നു. സുനാമി എന്ന് പറയുമ്പോൾ വലിയ തിരമാലകളാണ്. അത് കരയിലേക്ക് ആഞ്ഞടിക്കാതെ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് കായൽ തീരത്തും കടൽ തീരത്തും ഒക്കെ കാണുന്ന കണ്ടൽ കാടുകൾക്ക് മാൻഗ്രൂവ് ഫോറസ്റ്റിന് സാധിക്കും. മുളങ്കാടുകൾ, ബാംബു ഫോറസ്റ്റ്, ആറ്റുദർഭ, റീഡ്, രാമച്ചം, വെറ്റിവർ, ഇഞ്ചിപ്പുല്ല്, ലെമൺ ഗ്രാസ് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു വീഴാതെ സഹായിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായും നദീതീരത്തൊക്കെ കാണുന്ന സസ്യങ്ങളാണ്. ഇതിനെ നിലനിർത്തണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവിടെ കൊണ്ടുപോയി നട്ടുകൊടുക്കുകയൊന്നും വേണ്ട. പക്ഷെ നദീതീരത്ത് കാണുന്ന ഇത്തരം സസ്യങ്ങളുടെ നാശമാണ് നദീതീരം ഇടിയാനുള്ള കാരണമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു പ്രളയ ദുരന്തമുണ്ടായത്. കവളപ്പാറയിലെ ദുരന്തമൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. വലിയൊരു കുന്ന് ഇടിഞ്ഞ് ഒലിച്ച് താഴേക്ക് വന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും മരങ്ങൾക്ക് കഴിയും. മണ്ണൊലിപ്പും ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലും ഒക്കെ തടയാൻ ഇത്തരം വൃക്ഷങ്ങൾക്ക് സാധിക്കുന്നു. മാൻഗ്രൂവ് ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് സുനാമി. ബാംബു ഫോറസ്റ്റ്, reed, vetiver, lemongrass, etc. protect the river banks from collapsing during flood. Trees and bushes in mountains and hills prevent soil erosion and landslide. ഇപ്പോൾ കൃഷിയുടെ പേരിലായാൽ പോലും പരിസ്ഥിതിയുടെ ആഘാതം നോക്കാതെ മരങ്ങളെ വെട്ടിമാറ്റിയാൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ
അഭിമുഖീകരിക്കേണ്ടി വരും. ഇനി ഇവിടെ കുറച്ച് സസ്യങ്ങളുടെ ഉദാഹരണങ്ങളാണ് തന്നിരുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നദീതീരത്തൊക്കെ കാണുന്ന ധാരാളം സസ്യങ്ങൾ കാണും. ചിലപ്പോൾ നിങ്ങൾക്കതിൻ്റെ പേരറിയാമായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ച് ഇത്തരം സസ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് അത്തരം അറിവുകളും കൂടെ എഴുതി സൂക്ഷിക്കണം. നമ്മുടെ പതിപ്പിൽ ആ ഒരു അറിവും കൂടെ ഉണ്ടാവണം. ഇപ്പോൾ സ്കൂളിൽ പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾ ഇത്തരം പല അറിവുകളുമായി എത്തിക്കഴിയുമ്പോൾ അതൊരു വലിയ വിവരശേഖരണമാവില്ലേ? അപ്പോൾ ഇത് പുസ്തകത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പല ദിവസങ്ങളിലായി നമ്മളുടെ ശാസ്ത്ര പതിപ്പിനായിട്ട് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതെല്ലാം ചേർത്ത് ഒരുമിച്ച് വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ. അത് കൂട്ടുകാരുടേതുമായി താരതമ്യപ്പെടുത്തി വായിക്കാനും ശ്രമിക്കണം. പ്രകൃതിയെക്കുറിച്ചുള്ളൊരു വിസ്മയ ലോകം അപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആഗോള താപനവും അത് ലഘൂകരിക്കാൻ ഒരു പരിധിവരെ സസ്യങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പാഠം ആരംഭിച്ചത്. അതിനുശേഷം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയും അതിനാവശ്യമുള്ള ഘടകങ്ങളുമൊക്കെ ചർച്ച ചെയ്ത് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും മനസ്സിലാക്കി ഗ്ലൂക്കോസ് എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നും അത് നമ്മളൊക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതും സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാഠം അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിങ്ങൾ കടന്നുപോയ ചില ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാവാം. അപ്പോൾ ചോദ്യങ്ങൾ സ്ക്രീനിലുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ചൂസ് ദ പിഗ്മെൻറ്റ് വിച്ച് ഡയറക്റ്റ്ലി ടേക്സ് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. അടുത്തത് ഹരിതകണത്തിൻ്റെ ഘടന വരയ്ക്കാനാണ്. അത് വരയ്ക്കുന്നതും പ്രധാനമാണ്. ഒപ്പം ചുവടെ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തുകയും വേണം. അപ്പോൾ ഭാഗങ്ങൾ ഇതാണ്: ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണത്തിൻ്റെ ദ്രാവക ഭാഗം. പാർട്ട് വെയർ ലൈറ്റ് ഫേസ് ടേക്ക് പ്ലേസ്, എവിടെയാണ് പ്രകാശഘട്ടം നടക്കുന്നത്. അടുത്ത ചോദ്യം: പ്രകാശഘട്ടത്തിലും ഇരുണ്ട ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്ന തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്താനാണ്. സ്ട്രോമയിൽ നടക്കുന്നു, പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു, ജലത്തിൻ്റെ വിഘടനം നടക്കുന്നു, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. കാൽവിൻ ചക്രം, ഓക്സിജൻ്റെ പുറന്തള്ളൽ. അപ്പോൾ ചോദ്യങ്ങൾ എല്ലാവരും എഴുതിയെടുത്തല്ലോ. ഇതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചുമുള്ള ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോൾ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പാഠം എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിക്കുന്നു.